നീറ്റ് പരീക്ഷാ സമ്പ്രദായം റദ്ദാക്കണമെന്ന് MES പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ. അഖിലേന്ത്യാ പരീക്ഷ പരാജയമാണെന്നും അത് റദ്ദാക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പക്ഷേ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു കുട്ടി അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു കുട്ടി ആസാമിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ ഒറീസയിൽ പോയി പഠിക്കണം. അത് എന്തിനു പഠിക്കണം എന്ന് എനിക്കറിയാം. കാരണം അവിടെയൊക്കെ മെഡിക്കൽ കോളേജുകൾ പോയി. അപ്പൊ പണ്ട് മെഡിക്കൽ കോളേജുകൾ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജ് എല്ലാ ഉത്തർപ്രദേശിലും ബീഹാറിലും ഓരോ ഡിസ്ട്രിക്റ്റിലും മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. അപ്പൊ ആ നിലക്ക് ഈ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്നാൽ ഒരുപാട് പ്രയാസങ്ങൾ, അതൊക്കെ പോയി താമസിക്കണം, ഭക്ഷണം, ദൂരം, എത്ര യാത്ര ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു ഓൾ ഇന്ത്യ കോട്ട അന്വേഷണമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആ ഓൾ ഇന്ത്യ കോട്ട എടുത്തു കളഞ്ഞുകൊണ്ട് ഈ നീറ്റ് പരീക്ഷ കേരള ഗവൺമെന്റ് നടത്തണം. അഖിലേന്ത്യാ പരീക്ഷകളിൽ വൻതോതിൽ അഴിമതിയും പേപ്പർ ചോർച്ചയും ആൾമാറാട്ടവും നടക്കുകയാണ്. അനാവശ്യമായി ഇളം പ്രായത്തിൽ കുട്ടികളെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിക്കുവാൻ നിർബന്ധിക്കുകയാണ്. നഗരാധിഷ്ഠിതമായ കോച്ചിംഗ് മാഫിയയാണ് ഇതിന് പിന്നിൽ. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുത്ത നിലപാട് കേരള ഗവൺമെന്റ് പിന്തുടരണം. ഇത് സ്റ്റേറ്റിന്റെ അധികാരത്തിലുള്ള കൈകടത്തലാണെന്നും ഫസൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു. ജാതി സെൻസസ്, സാമ്പത്തിക സാമൂഹിക സർവേ എന്നിവ നടപ്പാക്കണം. ഏതെങ്കിലും സമുദായത്തിന് കൂടുതലോ കുറവോ വീതിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. +1 മലബാറിൽ അധിക ബാച്ച് അനുവദിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനം ഉറപ്പാക്കണം. SSLC പരീക്ഷയ്ക്ക് 30 മാർക്ക് മിനിമം എഴുത്തു പരീക്ഷയിൽ വേണമെന്നത് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ 8 മാർക്ക് മാത്രം മതി SSLC പാസ്സാവാൻ. ഗ്രേഡിംഗ് സിസ്റ്റം എടുത്തു കളഞ്ഞു പഴയതുപോലെ മാർക്ക് അടിസ്ഥാനത്തിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 4 വർഷ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കുമ്പോൾ സിലബസ് ഉടൻ തയ്യാറാക്കണം. ആർട്സ് എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വിദേശ പഠനം പരിശോധിക്കുകയും പുതിയ കോളേജുകൾ അനുവദിക്കാതിരിക്കുകയും വേണം. സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ ഏതെങ്കിലും സംഘടനകൾ പറയുകയാണെങ്കിൽ അവർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടകളായിരിക്കുമെന്നും ഫസൽ ഗഫൂർ വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. MES ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, ട്രഷറർ OC സലാഹുദ്ദീൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. NIPMS Academy, Nisar Hospital, Valancheri. For admission 9957 08048.